നമ്മളിനി കണ്ണൂരിലേക്കാണ് പോകുന്നത്. അവിടെ കോർപ്പറേഷനിൽ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന UDF പി ഇന്ദിരയെയും അമൃത രാമകൃഷ്ണനെയുമാണ് മേയർ സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ ചിത്രം എന്ന് നോക്കാം. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങളുമായി ചേരും. ബിജീഷ്, കണ്ണൂരിൽ ഇപ്പോൾ സംവരണം അനുസരിച്ച് അടുത്ത തവണ മേയർ വനിതയാണെന്ന് തോന്നുന്നു. ആ നിലക്കാണ് ഇപ്പോൾ ഇന്ദിരയും വിജയയും ഒക്കെ പരിഗണിക്കുന്നത്. അപ്പോൾ എത്ര കണ്ട് വിജയപ്രതീക്ഷ കോർപ്പറേഷൻ നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണോ UDFന്റെ പ്രതീക്ഷ? കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ LDFിലും ഒപ്പം BJPയിലും ഏതെല്ലാം തരത്തിലുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട്? സൈഫുദ്ദീൻ ഇത് കണ്ണൂരിന്റെ കോർപ്പറേഷൻ ചരിത്രത്തിലെ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിനാണ് കണ്ണൂർ ഒരുങ്ങുന്നത്. 2015 രൂപീകരിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് 2020 രണ്ടാം തെരഞ്ഞെടുപ്പ് നടന്നു. ഇതിപ്പോൾ 2025 വരുമ്പോൾ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിനാണ്. അപ്പോൾ UDF വലിയ വിജയപ്രതീക്ഷ തന്നെ ഇത്തവണയും വെച്ചു പുലർത്തുന്നുണ്ട്. കാരണം 2015 കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ഭരണം 2020 ആകുമ്പോഴേക്ക് വലിയ മാർജിനിൽ തിരിച്ചുപിടിക്കാൻ UDFന് സാധിച്ചിരുന്നു. ഇത്തവണയും അതേ രൂപത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രൂപത്തിൽ തന്നെ വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് UDF വെച്ചു പുലർത്തുന്നത്. അതിനുള്ള അണിയറ നീക്കങ്ങൾ UDFന്റെ ഭാഗത്തുണ്ട്. ഏതായാലും വനിതാ സംവരണമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇത്തവണ കണ്ണൂർ കോർപ്പറേഷന്റെ അധ്യക്ഷ സ്ഥാനം. 2015 ആദ്യഘട്ടത്തിലും വനിതാ മേയറായിരുന്നു കണ്ണൂരിനുണ്ടായിരുന്നത്. ഇത്തവണ ഈ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന UDF കോൺഗ്രസിനായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക, മേയർ സ്ഥാനം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നിലവിലെ കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള പി ഇന്ദിര, അവർ ഉദയംകുന്ന് എന്ന് പറയുന്ന ഡിവിഷനിൽ നിന്നുള്ള കൗൺസിലറാണ് ഇത്തവണത്തെ സമിതിയിൽ. അവരെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. അവരെ ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ദിരയുടെ കാര്യത്തിനകത്ത് പൂർണ്ണമായിട്ട് ഇന്ദിരയായിരിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. പകരം N രാമകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ നേതാവായിട്ടുള്ള, മുൻ മന്ത്രിയൊക്കെ ആയിട്ടുള്ള കണ്ണൂരിൽ നിന്നുള്ള N രാമകൃഷ്ണന്റെ മകൾ അമൃത രാമകൃഷ്ണനെ കൂടി ഈ മേയർ പദവിയിലേക്ക് പരിഗണിക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അമൃത വീണ്ടും മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കാരണം 2015 ആദ്യ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ടെമ്പിൾ ഡിവിഷനിൽ നിന്നായിരുന്നു അമൃത മത്സരിച്ച് വിജയിച്ചത്. അത് കഴിഞ്ഞ് 2020 വന്നപ്പോൾ വ്യക്തിപരമായ കാരണങ്ങളാൽ അമൃത തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറി നിന്നു. ഇത്തവണയും അമൃത മത്സരിക്കുന്നതിലൊരു താല്പര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല. പക്ഷേ നേതൃത്വത്തിൽ ചില തരത്തിൽ അമൃതയെ വീണ്ടും മത്സരിപ്പിക്കണം, അമൃതയെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച നടക്കുന്നുണ്ട്. അതിനകത്തൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഇന്ദിരയും അതുപോലെ തന്നെ അമൃതയുമാണ് UDF പ്രധാനമായി പരിഗണിക്കുന്നത്. ഇവർക്ക് പുറത്ത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് ഒന്നുകിൽ ശ്രീജ മഠത്തിൽ എന്ന് പറയുന്ന മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള നേതാവ് കൂടി വന്നേക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ശ്രീജയെ പരിഗണിക്കുകയാണെങ്കിൽ അവർ മേയർ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമായിരിക്കും കോൺഗ്രസിന്റെയും UDFന്റെയും ഭാഗത്തുനിന്നുണ്ടാവുക. മറുപക്ഷത്ത് LDF ആണെങ്കിൽ 2015 ആദ്യ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ടാണ് കണ്ണൂരിൽ LDFന് കോർപ്പറേഷൻ ഭരണം ലഭിക്കുന്നത്. പക്ഷെ അന്ന് വനിതാ സംവരണമായ ആ ഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ മേയർ പദവിയിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥിയെ പാർട്ടിയുടെ കേഡർ പദവിയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലുള്ളൊരു സ്ഥാനാർത്ഥിയെ അന്ന് CPM LDFന്റെ ഭാഗത്തുനിന്നോ അവതരിപ്പിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് വളരെ അപ്രസക്തിയായിട്ടുള്ള EP ലത എന്ന് പറയുന്നൊരു വ്യക്തിയെയാണ് അന്ന് LDF മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. എന്തായാലും ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്ന LDF അതിന്റെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള N സുകന്യയെ വീണ്ടും മത്സരിപ്പിച്ച് അവരെ ഈ മേയർ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം CPMന്റെ അണിയറ ഭാഗത്ത് നടക്കുന്നുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ സെക്രട്ടറി ഉൾപ്പെടെയാണ് N സുകന്യ. നേരത്തെ CPMന്റെ തളിപ്പറമ്പ് MLA ആയിരുന്ന ജെയിംസ് മാത്യുവിന്റെ ഭാര്യ കൂടിയാണ് N സുകന്യ. നിലവിലുള്ള കൗൺസിലിൽ അവർ പൊടിക്കുണ്ട് ഡിവിഷനിൽ നിന്നുള്ള അംഗം കൂടിയാണ്. വളരെ സജീവമായിട്ടുള്ള പ്രവർത്തക കൂടിയാണ് N സുകന്യ. അപ്പോൾ N സുകന്യയെ രംഗത്തിറക്കാനുള്ള നീക്കമാണ് CPMന്റെയും LDFന്റെയും ഭാഗത്തുണ്ടാകുന്നത്. BJPക്കാകട്ടെ കഴിഞ്ഞ തവണ BJPക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു ഡിവിഷനിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പള്ളിക്കുന്നാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് ഡിവിഷനിലായിരുന്നു BJP സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ BJPയും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് മെച്ചപ്പെട്ട പ്രകടനം എന്നുള്ളതാണ് BJPയുടെ മുന്നിലുള്ള കണക്കുകൂട്ടൽ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ BJP വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള വിചാരമൊന്നും BJPയുടെ നേതൃത്വത്തിനും അണികൾക്കുമില്ല. പക്ഷേ കോൺഗ്രസ് പറയുന്നത് കഴിഞ്ഞ തവണ BJP പിടിച്ചെടുത്ത ഈ ഡിവിഷൻ ഇത്തവണ തങ്ങൾ തിരിച്ചു പിടിക്കുമെന്നാണ്. ഏതായാലും കണ്ണൂരിൽ കോർപ്പറേഷന്റെ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഫൈനലൈസേഷൻ മൂന്ന് മുന്നണികളും പൂർത്തിയാക്കിയിട്ടില്ല. അതിനിടെ കണ്ണൂർ കോർപ്പറേഷന്റെ നിലവിലെ ഭരണസമിതിക്കെതിരെ വലിയ തരത്തിലുള്ള അഴിമതി ആരോപണമായി അവിടെ നമുക്ക് മേയർ സ്ഥാനത്തേക്ക് വനിതകളുടെ ഒരു ശക്തമായ മത്സരം തന്നെ കാണാം.